തക്കാളി നിറയെ കായ്ക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ തക്കാളി കായ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇതിൻ്റെ ഫ്രൂട്ടിൻ്റെ എൻഡിൽ ഒരു കറുത്ത വട്ടത്തിലുള്ള പാട് വന്ന് ചീഞ്ഞു പോകുന്നൊരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. പലരും അത് രോഗമായിട്ടാണ് കണക്കാക്കാറ്. പക്ഷേ അതൊരു കാൽഷ്യം എന്ന് പറയുന്ന മൂലകത്തിൻ്റെ അഭാവ ലക്ഷണമാണ്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിനായിട്ട് മണ്ണൊരുക്കുന്ന സമയത്ത് അത് ചെടിച്ചട്ടിയിലാണെങ്കിലും ഗ്രോ ബാഗിലാണെങ്കിലും മണ്ണിലാണെങ്കിലും ആദ്യം തന്നെ പൊടിഞ്ഞ കുമ്മായം ചേർക്കണം. പുളിരസം മാറ്റാൻ വേണ്ടി മാത്രമല്ല, കാൽഷ്യം കിട്ടുന്നതിനും നമുക്ക് പൊടിഞ്ഞ കുമ്മായത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് നല്ലത്. കുമ്മായ വസ്തുക്കൾ ചേർക്കുന്നതിന് മുമ്പായി മണ്ണ് നന്നായി നനച്ചു കൊടുക്കുകയും മണ്ണുമായിട്ട് ഇളക്കി ചേർക്കുകയും വേണം. ഇത് ഒരു ഗ്രോ ബാഗിലേക്ക് 75 ഗ്രാം വരെ പൊടിഞ്ഞ കുമ്മായം ചേർക്കാം. 1 സെൻറ്റ് സ്ഥലത്തേക്കാണെങ്കിൽ 3 കിലോഗ്രാം വരെ പൊടിഞ്ഞ കുമ്മായം ചേർക്കണം. അതുപോലെ തന്നെ തക്കാളിയിൽ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് പൊട്ടാസ്യം ഡെഫിഷ്യൻസി. ഇതുപോലെ ഇലകളിൽ അരികു കരിഞ്ഞ് അകത്തേക്ക് ഉണങ്ങി വരുന്നതാണ് അതിൻ്റെ ലക്ഷണം. അപ്പോൾ പൊട്ടാസ്യം ഡെഫിഷ്യൻസി ഒഴിവാക്കുന്നതിനായിട്ട് 10 ഗ്രാം പൊട്ടാഷ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തടത്തിൽ ഒരാഴ്ചയിൽ ഒരിക്കൽ ചേർത്ത് കൊടുക്കുന്നതാണ് ഉൽപ്പാദനം കൂട്ടാൻ ഏറ്റവും നല്ലത്.